നമസ്കാരം, ഡോക്ടർ നിമിഷയാണ്. സാധാരണഗതിയിൽ ഞാൻ വീഡിയോ ആയിട്ട് വരാറുള്ളത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. എന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ അടുത്ത കാലത്തായിട്ട് പേപ്പറുകളിൽ മൊത്തം ഡോക്ടേഴ്സ് ആണ്. മെഡിക്കൽ നെഗ്ലിജൻസ്, ഇഞ്ചക്ഷൻ വെച്ചിട്ട് കുഞ്ഞ് ഉടനടി മരിച്ച വാർത്ത, പ്രസവാനന്തരം കുഞ്ഞ് മരിച്ച വാർത്ത, മുട്ടുവേദന എന്ന് പറഞ്ഞ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ണ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. ഇങ്ങനെ ദിനം പ്രതി ഓരോ കാര്യങ്ങളായിട്ട് ക്രൂശിക്കപ്പെടുകയാണ് ഡോക്ടേഴ്സ്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലൂടെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം കടന്നു പോകുന്നത്. ഇപ്പം പണ്ടൊക്കെ പറയായിരുന്നു നോർത്തിലാണ് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഡോക്ടർ അടിക്കുന്നൊക്കെ. ഇപ്പൊ ആ ഒരു അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഒട്ടും വിശ്വാസമില്ലാണ്ടിരിക്കുകയാണ് പേഷ്യൻസിനൊക്കെ. അതുപോലെ തന്നെ പാരന്റ്സ് ഗൂഗിള് ചെയ്തിട്ട് അല്ലെങ്കിൽ എഐനോട് ചോദിച്ചിട്ട് പല ഡയഗ്നോസിസിൽ എത്തിയിട്ടാണ് നമ്മളടുത്ത് വന്ന് കാണിക്കുന്നത്. പലപ്പോഴും പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ആലോചിച്ചിട്ട് ഒരുപാട് കാശൊന്നും പോവണ്ട, അല്ലെങ്കിൽ അമിതമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ് ഒരു 2 ദിവസമുള്ള പനി ചുമക്കൊക്കെ നമ്മൾ പലപ്പോഴും മരുന്ന് എഴുതി കൊടുക്കും. എക്സാമിനേഷൻ ചെയ്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കുഞ്ഞാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള മരുന്ന് കൊടുത്തിട്ടാണ് വിടാറ്. ഈ പറഞ്ഞ എക്സ്റേയോ ബ്ലഡ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും നല്ല കാര്യം, ആദ്യത്തെ ദിവസം തന്നെ പനി ചുമ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ എക്സ്റേയും അതുപോലെ തന്നെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് സ്വന്തം സൈഡ് സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വിഷമം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ഒരു ഒരു പെട്ടെന്നൊരു വേറൊരു കാരണം കൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ പോലും ഡോക്ടർ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല, ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടില്ല, ബ്ലഡ് ചെക്ക് ചെയ്തിട്ടില്ല എന്നിങ്ങനെയാണ് ബ്ലെയിമിങ്സ് വരുന്നത്. അതിപ്പോ സിൻസിയർ ആയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്താലും അറ്റ് ദ എൻഡ് ഏതെങ്കിലും ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ എല്ലാവരെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ഈ അടുത്ത് തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. വീടിന്റെ അടുത്തൊരു ഡെത്ത് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചു. സ്വാഭാവികമായിട്ടും അടുത്തുള്ള ഡോക്ടറാണ്, നമ്മൾ എന്തായാലും ചെല്ലണം. ചെന്നിട്ട് ആ പേഷ്യന്റ് ഡെത്ത് ആയിട്ടുണ്ട് എന്ന് എനിക്കും അറിയാം, അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അറിയാം, അവരുടെ റിലേറ്റീവ്സിനും അറിയാം. പക്ഷെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പറയുകയുണ്ടായി ECG എടുക്കണം ഡെത്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഡിഫൻസീവ് പ്രാക്ടീസ് ആണ് അവിടെ നടത്തിയത്. അപ്പം കൂട്ടത്തിലുള്ള ഒരാൾ ചോദിക്കുകയുണ്ടായി, ഇപ്പൊ ഡെത്തായി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം, അപ്പൊ പിന്നെ ECG എടുക്കാനാണെങ്കിൽ പിന്നെ ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഇപ്പം കേരളത്തിലെ അവസ്ഥ. അപ്പം ശരിക്കും നല്ലത് നമ്മൾ എല്ലാ കാര്യങ്ങളും ആദ്യമേ ഇപ്പൊ ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വലിയ വലിയ മരുന്നൊക്കെ കൊടുക്കുമ്പോഴാണ് സാധാരണ പേഷ്യൻസിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സൈനൊക്കെ മേടിക്കാറ്. ഇതിപ്പോ ഏത് മരുന്ന് കൊടുക്കുമ്പോഴും പാരസെറ്റമോൾ കൊടുക്കുമ്പോഴും കിഡ്നിക്ക് ഇഞ്ചുറി വരുന്നു എന്ന് പറഞ്ഞൊരു കൺസെന്റ് ഫോം എഴുതിയിട്ട് വേണം ഈ മരുന്നൊക്കെ കൊടുക്കാൻ എന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പേടിയാണ്. നമ്മൾ ഇത്ര സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പോലും അത് ആരും അഡ്രസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ പേഷ്യൻസിന്റെ അവസ്ഥ പറയുമ്പോൾ നമ്മൾ അവർക്ക് നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. പലപ്പോഴും രാത്രി 1 മണിക്ക് 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് സമയത്തൊക്കെ പലരും വിളിക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്കും ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ക്ഷീണം ഉണ്ടാവും, ചിലപ്പോൾ ഉറങ്ങിപ്പോവും, ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അറ്റൻഡ് ചെയ്താലും പറ്റുന്ന രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു കുഞ്ഞിനെ തൊട്ട് നോക്കാതെയോ അല്ലെങ്കിൽ പരിശോധിച്ചൊന്നും നോക്കാതെ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ദൈവമൊന്നല്ല, പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പറയും നിങ്ങൾ വന്ന് കാണിക്കൂ എന്നിട്ട് മരുന്ന് തരാം. അതുപോലെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അടുത്ത ഇഷ്യൂസിലൊക്കെ അവർ ഡോക്ടേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, മീഡിയയൊക്കെ അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും ഒട്ടും മനസ്സിലാവുന്നില്ല. നമ്മൾക്ക് ഒരുപാട് സിൻസിയർ ആയിട്ട് ചിലപ്പം നമ്മളെ വീട്ടിലെ കാര്യം പോലും മറന്നു വെച്ചിട്ടാണ് ഈ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. പലപ്പോഴും പേഷ്യന്റ് അഡ്മിറ്റ് ആക്കി ഡോക്ടർ വീട്ടിൽ പോയി, ഡോക്ടർ രാവിലെ തന്നെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി എന്ന് പറയും. പക്ഷെ നമ്മൾ അപ്പോഴും വീട്ടിൽ നിന്നും ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കിട്ടിയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വെറുതെ ഇരിക്കൊന്നല്ല. ഇതൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത് ഗൈനക്കോളജിസ്റ്റിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു പ്രസവത്തെ തുടർന്ന് കുഞ്ഞ് മരിച്ചത്, നോർമൽ ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ടാണ് കുഞ്ഞ് മരിച്ചതെന്നൊക്കെ. ഒരു ഡോക്ടറും പേഷ്യന്റിന് ഹാമായിട്ട് ഒന്നും ചെയ്യില്ല. നമുക്കും വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ട്, നമുക്കും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. നമ്മളും ഇവരെല്ലാരും ഓർത്തിട്ടാണ്, ഞാനൊക്കെ എന്റെ മുന്നിൽ വരുന്ന പേഷ്യൻസിനെ എന്റെ കുഞ്ഞു പോലെ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയ ഇവരെ മുഖമാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും മോശപ്പെട്ട കാര്യം ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഡോക്ടേഴ്സ് മനുഷ്യന്മാരാണെന്നുള്ള ഒരു കൺസിഡറേഷനെങ്കിലും തരണമെന്ന് അഭ്യർത്ഥിക്കാം.